ഹലോ ഫ്രണ്ട്സ്, ഇവാൻസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മില്ലിൽ പൊടിപ്പിക്കാൻ എടുത്തിട്ടുള്ള ഈ 2 ചാക്ക് മുളകിൽ ഉള്ള വേസ്റ്റും അതുപോലെ ഇത് ചെറു ചാക്കുകളിലേക്ക് സെപ്പറേറ്റ് ചെയ്യണതും ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മില്ലിലത്തെ വിശേഷങ്ങൾ കാണാം. പൊടിപ്പിക്കുന്ന മില്ലുകളിലെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. എത്ര ക്ലീൻ ആക്കിയാലും പൊടി എങ്ങനെയായാലും നമുക്ക് മില്ലിൽ നല്ലോണം വരും. അപ്പോൾ അതൊന്നും ഡെയിലി ഇതേപോലെ ക്ലീൻ ആക്കും. ഇതുപോലെയുള്ള ചാക്കുകളിലാണ് നമുക്ക് മുളക് നിറച്ച് കിട്ടുക. അപ്പോൾ ഈ തുന്നി കെട്ടിയിട്ടുള്ള ഈ ചാക്ക് നൂല് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ചാക്കുകളിലേക്ക് ആക്കിയിട്ട് അത് കെട്ടാനായിട്ട് എടുക്കുന്നത്. അതായത് അത് വേസ്റ്റാക്കി കളയില്ല, കട്ട് ചെയ്ത് വേസ്റ്റാക്കി കളയാണ്ട് നമ്മൾ മുഴുവനായിട്ട് ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കും. അപ്പോൾ നല്ല കളറും എരിവുമുള്ള മുളകാണ് എപ്പോഴും നമ്മൾ നമ്മുടെ മില്ലിൽ പൊടിക്കാനായിട്ട് സെലക്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. നല്ല കളറും എരിവുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സെപ്പറേറ്റ് മെഷീനിലാണ് പൊടിക്കുന്നത്. അപ്പോൾ ആ മുളകിൻ്റെ ആ കളറ് നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ കാണാം. ഇതേപോലത്തെ മുളകാണെന്നുണ്ടെങ്കിൽ നല്ല കളറും അതുപോലെ എരിവ് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. മുളകിൻ്റെ എരിവ് അറിയാനായിട്ട് ഈ കാണുന്ന മുളകിൻ്റെ ഞെട്ടി ഉണ്ടോ, ആ ഞെട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു നാരുണ്ട്, ആ നാര് കഴിച്ച് നോക്കി അറിയാം നമുക്ക് മുളക് എരിവുള്ളതാണോ എന്നൊക്കെയുള്ളത്. അങ്ങനെയാണ് ഞാൻ മാർക്കറ്റിൽ പോയി സെലക്ട് ചെയ്യാറ്. ഇതുപോലെയുള്ള ചാക്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി മുളക് കയറാൻ ഇതുപോലെ തള്ളി നിറച്ച് കയറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നല്ല മാസ്കും അതുപോലെ നല്ല ഗ്ലൗസൊക്കെ ഇട്ടിട്ട് എടുക്കുക. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഭയങ്കര നല്ല മുളകാണെന്നുണ്ടെങ്കിൽ നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ തുമ്മലും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക ആദ്യം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതേപോലെ ചേറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കല്ലോ എല്ലാം താഴേക്ക് അടിയും. അവസാനം നമ്മളത് മുറത്തിൽ ചേറി എടുത്തിട്ട് ക്ലിയറാക്കി എടുക്കുക ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി വെയിൽ കുറവായത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇതുപോലെ നിറയ്ക്കുന്നത്. ഈ നിറച്ച് വെച്ചിട്ടുള്ളത് വെയിലുള്ള സമയത്ത് ഞാൻ പരത്തിയിട്ട് വെയിൽ കൊള്ളിച്ചിട്ടാണ് പൊടിക്കുക. അപ്പോൾ ഇതുപോലെ ചാക്കിലാക്കി കെട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെ എടുത്തിട്ട് പൊടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആവശ്യ സമയത്ത് ഇതേപോലെ എടുക്കുക, കുറച്ച് വെയിലത്തിടുക, ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഈ കാണുന്ന ഒരു ചാക്ക് മുളകൊക്കെ ഇതേപോലെ കെട്ടി നിറച്ചു. ഇനി കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ഈ കാണുന്ന മെഷീനിലിട്ട് പൊടിക്കും. ഈ മുളകുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ മരത്തിൻ്റെ മുകളിലാണ്. പിന്നെ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനി ഇതേപോലെയുള്ള പുതിയ വീഡിയോകളായിട്ട് വരും. ഇപ്പോൾ മുളകിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ